വയനാട് 900 കണ്ടിയിലെ റിസോർട്ടിൽ യുവതി അപകടത്തിൽ മരിച്ച സംഭവത്തിൽ റിസോർട്ട് മാനേജറെയും സൂപ്പർവൈസറെയും അറസ്റ്റ് ചെയ്തു. മാനേജർ KP സ്വച്ഛന്ദ, സൂപ്പർവൈസർ അനുരാഗ എന്നിവരാണ് അറസ്റ്റിലായത്. മനഃപൂർവ്വമല്ലാത്ത നരഹത്യ കുറ്റമാണ് ഇവർക്കെതിരെ ചുമത്തിയത്. ജോഷ്ലയുണ്ട് വിവരങ്ങളുമായി. ജോഷ്ല, ഇന്നലെയാണ് ഈ ദാരുണമായ സംഭവം ഉണ്ടായത്. ഇപ്പോൾ പോലീസ് നടപടികൾ മുന്നോട്ട് പോകുന്നു. റിസോർട്ട് മാനേജറും സൂപ്പർവൈസറും അറസ്റ്റിലായിരിക്കുന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്താണ് മറ്റു വിവരങ്ങൾ? മനു, ഇന്നലെ പുലർച്ചെ 2:30 ഈ അപകടമുണ്ടായത്. നല്ല മഴയായിരുന്നു. കനത്ത മഴയിലാണ് 900 കണ്ടിയിലെ റിസോർട്ടിനടുത്തുള്ള ടെന്റ് തകർന്നു വീണ് ഒരു യുവതി മരിച്ചത്. 24 വയസ്സുള്ള നീഷ്മയാണ്, നിലമ്പൂർ സ്വദേശി നീഷ്മയാണ് ഇന്നലെ മരണപ്പെട്ടത്. ഇതുമായി ബന്ധപ്പെട്ട് 3 പേർക്ക് അപകടവും സംഭവിച്ചിരുന്നു. എന്തായാലും പോലീസ് നടപടികൾ, അന്വേഷണവുമായി ബന്ധപ്പെട്ടുള്ള പോലീസ് നടപടികൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. റിസോർട്ട് മാനേജറെയും അതുപോലെ തന്നെ സൂപ്പർവൈസറെയും അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അവരെ ഈ മാസം 28 വരെ റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. മനഃപൂർവ്വം അല്ലാത്ത നരഹത്യക്കാണ് കേസെടുത്തിരിക്കുന്നത്. റിസോർട്ട് മാനേജർ KP സ്വച്ഛന്ദും അതുപോലെ തന്നെ സൂപ്പർവൈസർ അനുരാഗുമാണ് അറസ്റ്റിലായിരിക്കുന്നത്. റിസോർട്ടിന്റെ 2 വർഷക്കാലമായി റിസോർട്ടിന് ലൈസൻസ് ഇല്ലാതെയാണ് പ്രവർത്തിച്ചിരുന്നത്. മേപ്പാടി പഞ്ചായത്ത് അധികൃതർ ഇതിനെക്കുറിച്ച് വളരെയധികം അനാസ്ഥയാണ് കാണിച്ചത്. എന്തുകൊണ്ടാണ് റിസോർട്ട് മുന്നോട്ട് പോയത്? ഇത്തരത്തിൽ റിസോർട്ടിന്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ പാടില്ല എന്നുണ്ടായിട്ട് പോലും ആ ഒരു അനുമതി നിഷേധിച്ചിട്ട് പോലും കണ്ണടച്ചുകൊണ്ട് പഞ്ചായത്ത് അധികൃതർ എന്തുകൊണ്ടാണ് ഇതിനെ റിസോർട്ടിന്റെ പ്രവർത്തനത്തെ കണ്ടത് എന്നുള്ള കാര്യത്തിലടക്കം അന്വേഷണം വരേണ്ടതുണ്ട്. എന്തായാലും ലൈസൻസ് ഇല്ലാതെയാണ് പ്രവർത്തിച്ചത്. അതുകൊണ്ട് തന്നെ റിസോർട്ട് അപ്പോൾ തന്നെ അടച്ചുപൂട്ടി. ഈ ഒരു ദാരുണ സംഭവത്തിന് ശേഷമാണ് അടച്ചുപൂട്ടിയത് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. മേപ്പാടിയിലെ 900 കണ്ടിയിലെ ഏറ്റവും ഉയരത്തിലുള്ള പ്രദേശത്താണ് ഈ ഒരു റിസോർട്ട് ഉണ്ടായിരുന്നത്. എന്തായാലും 900 റിവെഞ്ചേഴ്സ് എന്നുള്ള ആ ഒരു റിസോർട്ട് അടച്ചുപൂട്ടിയിരിക്കുകയാണ്. ഇപ്പോൾ എല്ലാ നടപടികളുമായി, അതായത് ഇതിന്റെ അന്വേഷണ നടപടികളുമായി പോലീസും അധികൃതരും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മനു, ജോഷില വിവരങ്ങൾ നൽകിയത്.